Hello students, welcome back to Plus One Economics online classroom. In the previous class, we were discussed about drain theory or drain of wealth advocated by Dadabhai Naoroji in 19th century. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സാമ്പത്തിക ചിന്തകനായിരുന്ന ദാദാബായ് നവറോജി ആവിഷ്കരിച്ചിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡ്രെയിൻസ് ഇന്ത്യാസ് വെൽത്ത് ഇൻ ടു ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനായിട്ട് ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോയി. ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ ഹോം കൺട്രിയിലേക്ക്, മാതൃരാജ്യത്തിലേക്ക് ചോർത്തിക്കൊണ്ടുപോയി. ഇതായിരുന്നു ഈ തിയറിയിൽ പ്രതിപാദിച്ചിരുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ. ദാദാബായ് നവറോജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ, ഒരു ബുക്കിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എന്തായിരുന്നു? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ ഒരു പബ്ലിക്കേഷനിലാണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതായിരുന്നു ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. ദെൻ വി വർ ഡിസ്കസ്ഡ് അബൌട്ട് drawbacks or shortfalls of industrial policies pursued by the British colonial government in India. ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യാവസായിക നയങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, നെഗ്ലക്റ്റ് ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങളോടുള്ള അവഗണന. സെക്കൻഡ്, lack of investments in Indian industries. ഇന്ത്യൻ വ്യവസായങ്ങളിൽ ഉണ്ടായ നിക്ഷേപങ്ങളുടെ അഭാവം. ഈ രണ്ട് ഡ്രോബാക്സ് ഓർ ഷോർട്ട് ഫാൾസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, വ്യവസായിക നയങ്ങളുടെ രണ്ട് പോരായ്മകളായിരുന്നു ഈ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഇയർ 1921. 1921 പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. The year 1921 is known as defining year or year of great divide. നിർവചന വർഷം അല്ലെങ്കിൽ വലിയ വിഭജനത്തിന്റെ വർഷം എന്നാണ് 1921 അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് ഇന്ത്യൻ ഇക്കോണമിയിൽ. ഓക്കെ, അതിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? ബിഫോർ 1921 ഇന്ത്യ ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? ബിഫോർ 1921 ഇന്ത്യ ഇൻ എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലായിരുന്നു. ദെൻ ആഫ്റ്റർ 1921 1921 ശേഷം ഇന്ത്യ എൻ്റർ ഇൻ ടു എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 ശേഷം ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു ചോദ്യം ഈ വർഷത്തെ എക്സാമിന് പോലും, ഈ വർഷത്തെ ഫൈനൽ എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1921 അത് ഏതൊക്കെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ഡിഫൈനിങ് ഇയർ, നിർവചന വർഷം, അല്ലെങ്കിൽ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്, വലിയ വിഭജനത്തിന്റെ വർഷം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ടേം കേട്ടു, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ പരിവർത്തനം. ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തത്തെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം എന്താണെന്ന് പഠിക്കും. അതിന്റെ സ്റ്റേജസ്, വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. Question number 11. Give a quantitative appraisal of India's
demographic profile during the colonial period. കൊളോണിയൽ ഭരണകാലഘട്ടത്തിലുള്ള ഇന്ത്യയുടെ ജനസംഖ്യാ സ്ഥിതിയെക്കുറിച്ച് വിലയിരുത്തുക. ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇന്ത്യാസ് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ ഡെപ്പിക്റ്റ് അവർ ഇക്കണോമി ആസ് സ്റ്റാഗ്നന്റ് ആൻഡ് ബാക്ക്വേർഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ ജനസംഖ്യാസ്ഥിതി വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിന്നോക്കാവസ്ഥയാണ് ഇതിലൂടെ മനസ്സിലായിരുന്നത്. ബോത്ത് ദി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വേർ ആസ് ഹൈ ആസ് 48 ആൻഡ് 40 per 1000. ജനന നിരക്കും മരണനിരക്കും വളരെ ഉയർന്നതായിരുന്നു, അല്ലെങ്കിൽ വളരെ കൂടുതലായിരുന്നു. ജനന നിരക്കിൽ 48% വർധനവുണ്ടായിരുന്നു, 48% ഇൻക്രീസ് ഉണ്ടായിരുന്നു. അതുപോലെ മരണനിരക്ക് ഡെത്ത് റേറ്റ് 40 per 1000 എന്ന കണക്കിലായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ 1000 പേരെടുത്തു കഴിഞ്ഞാൽ, ജനസംഖ്യയുടെ 1000 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 40 ആളുകളും മരണപ്പെടുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. ഇതാണ് ഡെത്ത് റേറ്റ്. 40 per 1000 എന്ന കണക്കായിരുന്നു. ഓക്കെ, ഡ്യൂ ടു ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് ദി പോപ്പുലേഷൻ ഗ്രോത്ത് വാസ് സ്റ്റാഗ്നന്റ്. ഉയർന്ന ജനന നിരക്കും ഉയർന്ന മരണനിരക്കും കാരണം ജനസംഖ്യാ വളർച്ച വളരെ കുറവായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ദി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് ഓൾസോ വെരി ഹൈ ഓഫ് എബൌട്ട് 218 per 1000. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് 1000-ന് 218 എന്ന നിരക്കിലായിരുന്നു. ഇവിടെ നിങ്ങൾ ഒരു ടേം കേട്ടു, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് ഇൻഫന്റ് ഡൈഡ് ബിഫോർ റീച്ചിങ് 1 year ഏജ്. 1 വയസ്സ് എത്തുന്നതിന് മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ മരിക്കുന്നു, ഇതാണ് ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് എക്സ്പ്രസ്ഡ് ആസ് പെർ 1000 ബർത്ത്. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ എത്ര കുട്ടികൾ 1 വയസ്സെത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെയാണ് യൂഷ്വലി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ ഇന്ത്യയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് എത്രയായിരുന്നു? 1000-ൽ 218, 218 per 1000. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 218 കുട്ടികളും 1 വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു പോകുന്നു. ഓക്കെ, വളരെ കൂടുതലായിരുന്നു, വെരി ഹൈ റേറ്റ് ആയിരുന്നു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, ദി ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് വാസ് ആസ് ലോ ആസ് 32 years while presently it is 63.5 years. ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം, വയസ്സ് 32 ആയിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം 63.5 ആണ്. 63.5 വയസ്സാണ് ആയുർദൈർഘ്യം. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു, 32 വയസ്സായിരുന്നു. ഓക്കെ, ദി ലിറ്ററസി റേറ്റ് വാസ് ലെസ് ദാൻ 16%, which denotes social backwardness and gender bias in the economy. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥയെയും സ്ത്രീ പുരുഷ വേർതിരിവിനെയും കാണിക്കുന്നു. ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് 16%-ലും താഴെയായിരുന്നു. ഓക്കെ ആണല്ലോ? We can infer from the above figures that India was featured with massive poverty,
ലോ സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് ആൻഡ് ലോ സർവൈവൽ റേറ്റ് ഇൻ ദി കൺട്രി. ഈ കണക്കുകൾ അക്കാലത്തെ ഇന്ത്യയിലെ ഉയർന്ന ദാരിദ്ര്യത്തിനെക്കുറിച്ചും കുറഞ്ഞ ജീവിത നിലവാരത്തെക്കുറിച്ചും കുറഞ്ഞ അതിജീവന നിരക്കിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കാണിച്ചു തരുന്നു. The lack of health care facilities and lack of health awareness were the main causes behind such demographic conditions of India. ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ അഭാവവും ആരോഗ്യ അവബോധത്തിൻ്റെ അഭാവവുമാണ് ഇന്ത്യയുടെ ഇത്തരം ജനസംഖ്യാ സ്ഥിതികൾക്ക് കാരണങ്ങളായി തീർന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശിശുമരണ നിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു? 218 per 1000 അല്ലേ? 1218 എന്ന കണക്കായിരുന്നു. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 218 കുട്ടികളും ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു പോകുന്നു. അതുപോലെ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് എത്രയായിരുന്നു? 16% താഴെയായിരുന്നു. അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം എത്രയായിരുന്നു? 32 വയസ്സായിരുന്നു. ഓക്കെ, അതെല്ലാം ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Highlight the salient features of India's pre-independence occupational structure. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ തൊഴിൽപരമായ ഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ഈ ഒരു ചോദ്യം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം കൂടെയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആൻസർ നോക്കിക്കോളൂ. ദി ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ദാറ്റ് റെഫേഴ്സ് ടു ദി distribution of population engaged in different occupations showed no variation throughout the British rule. വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യയുടെ വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ് തൊഴിൽപരമായ ഘടന. ഓക്കെ, എന്താണ്? വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യയുടെ വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ് തൊഴിൽപരമായ ഘടന. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇവയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ദി ഫോളോയിങ് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് പ്രീ ഇൻഡിപെൻഡൻസ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ തൊഴിൽ ഘടന അല്ലെങ്കിൽ തൊഴിൽപരമായ ഘടനയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. ഫസ്റ്റ്, അഗ്രികൾച്ചർ ദി പ്രൈം ഒക്യുപ്പേഷൻ. കൃഷി പ്രധാന തൊഴിൽ. അണ്ടർ ദി കൊളോണിയൽ റൂൾ, ഇന്ത്യ വാസ് ബേസിക്കലി ആൻ അഗ്രേറിയൻ ഇക്കണോമി എംപ്ലോയിങ് നിയർലി 85% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യ പ്രധാനമായും ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഏകദേശം 85% ആളുകളും ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയെ ആയിരുന്നു, അല്ലെങ്കിൽ കൃഷിയായിരുന്നു അവരുടെ ജോലി, ജീവിതമാർഗമായിട്ട് തെരഞ്ഞെടുത്തിരുന്നത്, ലൈവ്ലിഹുഡായിട്ട് അവർ ഒപ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ആസ് ഇന്ത്യ ഹാഡ് എ മാസീവ് പോവർട്ടി ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ, സോ എ ലാർജ് proportion of the population was engaged in agricultural sector to earn their subsistence. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യ കടുത്ത ദാരിദ്ര്യം നേരിട്ടിരുന്നു. ഇക്കാരണത്താൽ ഒരു വലിയ ശതമാനം ആളുകളും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും കാർഷിക മേഖലയിൽ ജോലിയെടുക്കാൻ തീരുമാനിച്ചു. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബട്ട് ഡ്യൂ ടു ദി പ്രിവാലൻസ് ഓഫ് ജമീന്ദാരി സിസ്റ്റം, അഗ്രികൾച്ചറൽ സെക്ടർ ലാക്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദെർബൈ ഇറ്റ്സ് ഗ്രോത്ത് വാസ് ഹൈലി കൺസ്ട്രെയിൻഡ്. പക്ഷേ അന്ന് നിലനിന്നിരുന്ന ചൂഷണാത്മകമായ ജമീന്ദാരി സമ്പ്രദായവും കാർഷിക മേഖലയിലേക്കുള്ള
അപര്യാപ്തമായ നിക്ഷേപവും കാരണം കാർഷിക മേഖലയുടെ വളർച്ച പിന്നോക്കാവസ്ഥയിലേക്കായി അല്ലെങ്കിൽ മന്ദഗതിയിലായി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഡിഫറൻറ്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെ, ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായവും, ദെൻ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയിലേക്കുള്ള അപര്യാപ്തമായ നിക്ഷേപവും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കാർഷിക മേഖലയുടെ വളർച്ച മന്ദഗതിയിലായി, സ്റ്റാഗ്നന്റ് ആയി അല്ലെ. ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ്. ദസ് ഇൻ അതർ വേർഡ്സ്, despite employing a significant proportion of the population, the growth of agriculture sector was meager. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കാർഷിക മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് എങ്കിൽ പോലും കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് അതിന് ആനുപാതികമല്ലായിരുന്നു. എന്ന് വെച്ചാൽ കാർഷിക മേഖലയിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് അക്കാലത്ത് പോപ്പുലേഷന്റെ വലിയൊരു പെർസെൻറ്റേജ് ആളുകളും ജോലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നത്, ലൈവ്ലിഹുഡായിട്ട് അവർ തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണെങ്കിൽ പോലും അത്രമാത്രം വളർച്ചാ നിരക്ക് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇൻഡസ്ട്രി, ദി ബ്ലീക്ക് ഒക്യുപ്പേഷൻ, വ്യവസായം, ഇരുണ്ട തൊഴിൽ മേഖല. അപ്പാർട്ട് ഫ്രം അഗ്രികൾച്ചർ, എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ വാസ് എംപ്ലോയിഡ് ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ. കൃഷിക്ക് പുറമെ ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗം ഉൽപാദന മേഖലയിലും ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിലും ജോലി ചെയ്തിരുന്നു. നിയർലി 10% of the total workforce was engaged in manufacturing and industrial sector. മൊത്തം തൊഴിലാളികളിൽ 10% ഉൽപാദന അതുപോലെ വ്യവസായിക മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്തായിരുന്നു? മൊത്തം തൊഴിലാളികളിൽ ടോട്ടൽ എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10%, 10% ആളുകൾ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിലായിരുന്നു. ഉൽപാദന മേഖലയിലും അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിലും ആയിരുന്നു. ഓക്കെ, ദിസ് വാസ് ഡ്യൂ ടു ദി സ്റ്റിഫ് കോമ്പറ്റീഷൻ ദാറ്റ് ദി ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഫേസ്ഡ് ഫ്രം ദി മെഷീൻ മെയ്ഡ് ചീപ്പ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ യന്ത്രസഹായത്തോടെ നിർമ്മിതമായ ഉൽപ്പന്നങ്ങളുമായുള്ള കടുത്ത മത്സരമായിരുന്നു വ്യവസായ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം അല്ലെ. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഇന്ത്യയുടെ കരകൗശല മേഖലയുടെ തകർച്ചയ്ക്കുള്ള കാരണം പഠിച്ചിരുന്നു. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ കോസ് ആയിരുന്നു ഇത്. സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ യന്ത്രസഹായത്തോടെ നിർമ്മിതമായ വസ്തുക്കളുമായുള്ള കടുത്ത മത്സരം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്തു വെക്കണം. ഫർദർ, ദി ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ദി അൺഫേവറബിൾ താരിഫ് സ്ട്രക്ചർ കൺസ്ട്രെയിൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. നിക്ഷേപത്തിന്റെ അഭാവം, അനുകൂലമല്ലാത്ത താരിഫ് ഘടന എന്നിവ വ്യവസായിക മേഖലയെ തടസ്സപ്പെടുത്തി. ഓക്കെ, താരിഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യക്ക് അൺഫേവറബിൾ ആയ അല്ലെങ്കിൽ ഒരിക്കലും ഫേവർ അല്ലാത്ത രീതിയിലുള്ള ഒരു താരിഫ് സ്ട്രക്ചർ ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും ആ റോ മെറ്റീരിയൽസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും താരിഫ് ബാരിയേഴ്സ് ഇല്ലായിരുന്നു, താരിഫ് നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു. ഓക്കെ, അത് പഠിച്ചിരുന്നു. Thus, the Indian industrial sector failed to contribute significantly to India's GDP. ഇന്ത്യയുടെ GDPയിൽ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP, ഇന്ത്യയുടെ GDPയിൽ കാര്യമായ സംഭാവന നൽകുന്നതിൽ വ്യവസായിക മേഖല പരാജയപ്പെട്ടു. GDPയെ കുറിച്ചെല്ലാം
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, തേർഡ് വൺ, അൺബാലൻസ്ഡ് ഗ്രോത്ത്, അസന്തുലിതമായ വളർച്ച. ദ ത്രീ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി, ദാറ്റ് ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ were unequally developed. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകൾ, അതായത് ഏതൊക്കെയായിരുന്നു? പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല, രണ്ടാമത്തേത് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല, മൂന്നാമത്തേത് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. ഇതായിരുന്നു ഇന്ത്യൻ എക്കോണമിയിലെ 3 സെക്ടറുകൾ, 3 മേഖലകൾ. ഈ 3 മേഖലകൾ തുല്യമല്ലാത്ത രീതിയിലാണ് വികസിച്ചിരുന്നത്. പല രീതികളിലായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, വൈൽ ദി അഗ്രികൾച്ചറൽ സെക്ടർ വാസ് റിലേറ്റീവ്ലി ഡെവലപ്ഡ് whereas the other 2 sectors were at their infant stage. കാർഷിക മേഖല താരതമ്യേന വികസിച്ചപ്പോൾ മറ്റ് 2 മേഖലകളും അവരുടെ വളർച്ചയില്ലാത്ത ഘട്ടത്തിലായിരുന്നു. അതിനെ ഒരു പേര് പറഞ്ഞു, ഇൻഫന്റ് സ്റ്റേജ്, ശിശു ഘട്ടം എന്നാണ്. അപ്പോൾ ഈ 3 സെക്ടറുകളിലും അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു റിലേറ്റീവ്ലി, താരതമ്യേന വളർച്ച കൂടുതൽ എന്ന് വെച്ചാൽ വളരെ ഉയർന്ന വളർച്ച എന്നല്ല, വളരെ ഡെവലപ്ഡ് ആയി എന്നല്ല. 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ റിലേറ്റീവ്ലി അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിരുന്നത്. ബാക്കി 2 സെക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ were അണ്ടർ ഡെവലപ്ഡ്. ഈ 2 മേഖലകളും വളർച്ചയില്ലാത്ത ഘട്ടത്തിലായിരുന്നു, അതിന്റെ ഇൻഫന്റ് സ്റ്റേജിലായിരുന്നു, ശിശു ഘട്ടത്തിലായിരുന്നു. ഓക്കെ, ഇൻ അഡീഷൻ there was regional variation in the occupational structure of India. കൂടാതെ ഇന്ത്യയുടെ തൊഴിൽപരമായ ഘടനയിൽ അല്ലെങ്കിൽ തൊഴിൽ ഘടനയിൽ പ്രാദേശിക വ്യതിയാനവും ഉണ്ടായിരുന്നു. While on the one hand states like Tamil Nadu, Andhra Pradesh and Bombay experienced a fall in the agricultural workforce, on the other hand states like Orissa, Rajasthan and Punjab experienced a rise in the agricultural workforce. ഒരു വശത്ത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബോംബെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക തൊഴിലാളികളുടെ കുറവുണ്ടായി. മറുവശത്ത് ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക തൊഴിലാളികളുടെ വർധനവ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.